നീ വെറുതെ ഓവർ റിയാക്ട് ചെയ്യല്ലേ. ഞാൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റേതായ റീസൺസ് ഉണ്ട്. നിന്റേതായ റീസൺ? അവളുടെ കൂടെ ബെഡ് ഷെയർ ചെയ്യാൻ മാത്രം എന്ത് റീസൺ നിനക്കുള്ളത്? നീ നേരത്തെ വന്ന. നീ ഒന്നിരുന്ന്, എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്. എന്ത് സംസാരിക്കാൻ? നീയും വർഷം തമ്മിൽ എന്താ ബന്ധം? ഏത് വർഷ? നിന്റെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന വർഷ. അവള് ഞാൻ തമ്മിൽ എന്ത്? നീ എന്തൊക്കെയാ പറയണേടി? കിടന്ന് ഉരുളല്ലേ അബി, നീ കാര്യം പറ. ഓ, സംശയായിരിക്കൂല്ലേ? ഇനി അതിന്റെ കുറവുകൂടി ഉണ്ടായുള്ളൂ. നന്നായിണ്ട്. നിനക്ക് എന്താ വേണ്ടേ? എന്റെ ഫോൺ ചെക്ക് ചെയ്യണോ? ഫോൺ ചെക്ക് ചെക്ക്. ഈ ഫോണിലുള്ളതെല്ലാം ക്ലിയർ ചെയ്തു എന്നുള്ള കോൺഫിഡൻസ് അല്ലേ നിനക്ക്? എന്റെ പൊന്നു ശ്രേയ, ഞാൻ എന്ത് പറഞ്ഞാലും അതിന്റെ തലയിലൊന്ന് കയറണേ. നിന്റെ അവളുടെ ഫോട്ടോയും ചാറ്റൊക്കെ ഞാൻ അവളുടെ ഫോണിൽ കണ്ടു. ഇനി എന്തേലും പറയാനുണ്ടോ? എന്തേലും പറയാനുണ്ടോ? അതെ, ഞങ്ങളൊരു ബന്ധമുണ്ട്. പക്ഷെ നീ വിചാരിക്കുന്ന പോലെ പ്രേമം വാങ്ങത്തില്ലെന്നല്ല, ജസ്റ്റ് ഫിസിക്കൽ. അത് അവൾക്ക് എന്നോട് അങ്ങനെ തന്നെയാ. എങ്ങനെ നിനക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നി? നീ വെറുതെ ഓവർ റിയാക്ട് ചെയ്യല്ലേ. ഞാൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റേതായ റീസൺസ് ഉണ്ട്. നിന്റേതായ റീസൺ? അവളുടെ കൂടെ ബെഡ് ഷെയർ ചെയ്യാൻ മാത്രം എന്ത് റീസൺ നിനക്കുള്ളത്? നിന്നോട് വേണ്ട താല്പര്യം ഇല്ലെങ്കിലോ? എനിക്ക് കേൾക്കണം, പറഞ്ഞിട്ട് പോയാ മതി. എന്നാ കേട്ടോ, ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കഴിവ് എനിക്ക് കിട്ടിയിട്ടില്ല. അത് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവളുടെ അടുത്ത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവളുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ തെറ്റാ, നിന്റെ തെറ്റ് മാത്രം. എന്റെ തെറ്റ്? ഇതിങ്ങനെയൊക്കെ തീരുള്ളൂ എന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷെ നിന്റെ അടുത്ത് ഞാൻ കുറച്ചൊരു ഡീസെന്റ് ആയിട്ടുള്ള റിപ്ലൈ പ്രതീക്ഷിച്ചു. പിന്നെ നീ ചെയ്യുന്ന തെറ്റൊക്കെ ബാക്കിയുള്ളവരുടെ തെറ്റാക്കി തീർക്കുന്ന നിന്റെ മാനിപ്പുലേറ്റിംഗ് സ്കിൽ ഉണ്ടല്ലോ, അത് എല്ലാ പ്രാവശ്യം എല്ലാവരുടെ അടുത്തും വർക്കാവില്ല. ഇനി ഇതില്ല, ഇതോടെ എല്ലാം അവസാനിച്ചു.